മോർണിംഗ്. ലിസാസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗാർഡനിലുള്ള ഏകദേശം നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള എല്ലാ പ്ലാന്റ്സും ഇന്നത്തെ വീഡിയോയിൽ സെയിലിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ചെടിയുടെ സൈസും റേറ്റും വാട്സപ്പ് നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലേത് ചെടികളാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, വേഗം തന്നെ വാട്സപ്പിൽ അയയ്ക്കുക. എല്ലാ പ്ലാന്റ്സും നമ്മുടെ അടുത്ത് വളരെ കുറഞ്ഞ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. കോൾസ് മാക്സിമം ഒഴിവാക്കുക, കാരണം നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടാറില്ല, അതുകൊണ്ടാണ് കേട്ടോ. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയേ. പ്ലാന്റിൻ്റെ റേറ്റും സൈസും ഒക്കെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം ആൾക്കാർക്ക് അയക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് കൂടെ കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ ഫിലോഡൻഡ്രോൺ വെറൈറ്റീസ് ആണ്. ഇതൊക്കെ 1, 2, 3 പീസൊക്കെ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. മഴക്കാലമായതുകൊണ്ട് മാക്സിമം ഒന്ന് വിറ്റ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. അപ്പം പുതിയ സ്റ്റോക്കിന് കൊണ്ടുവരണം. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ അയച്ചാൽ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ സേഫായിട്ട് കിട്ടണമെന്നില്ല. ഞങ്ങൾ വയനാടാണ് സ്ഥലം. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം റെഡ് അലേർട്ടൊക്കെ ആയിരുന്നു. DTDCയിൽ എവിടെയെങ്കിലും പെൻഡിങ് ആയി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇനിയിപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ എന്ത് ചെയ്യും എന്നുള്ളത്. എന്തായാലും മാക്സിമം ഞാൻ ചെടികളെ നിങ്ങളുടെ അടുത്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൽ ഏകദേശം എല്ലാ പ്ലാന്റ്സും തന്നെ ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പം പ്ലാന്റ്സ് അയക്കുന്നത് DTDC കൊറിയർ വഴിയാണ്. പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേ ആണ്. KSRTC കൊറിയർ വേണമെങ്കിൽ അങ്ങനെ നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നുണ്ട്. സ്പീഡ് പോസ്റ്റ് വേണ്ടവർ അങ്ങനെ അയക്കുന്നുണ്ട്. അപ്പോൾ സ്പീഡ് പോസ്റ്റൊക്കെ വേണമെങ്കിൽ അങ്ങനെ പറയണം, പ്രത്യേകമായിട്ട് പറയണം. നോർമലി നമ്മൾ DTDC ആണ് പ്രിഫർ ചെയ്യുക. സ്പീഡ് പോസ്റ്റൊക്കെ ഒത്തിരി ലേറ്റ് ആവുന്നുണ്ട് പ്ലാന്റ്സ്, അതുകൊണ്ടാണ് കേട്ടോ. പ്ലാന്റ്സിനെ കുറിച്ച് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒത്തിരി ഡൗട്ട്സൊക്കെ ആയിട്ട് ആൾക്കാർ വന്നായിരുന്നു. എനിക്കറിയത്തില്ല, കാരണം ഞാൻ മെയിനായിട്ട് ലീഫി പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഇൻഡോർ പ്ലാന്റ്സിൻ്റെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലവറി പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. എങ്ങനെയാണ് പരിചരണം, സീസണലാണോ ഫ്ലവറിങ് ഒന്നും എനിക്ക് ഓരോ വെറൈറ്റി ഒക്കെ ചോദിച്ചാൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ID ഏതെങ്കിലുമൊക്കെ ഞാൻ ഇതിൽ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഐഡിയ കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ ചോദിച്ചാൽ കറക്റ്റ് ID ഞാൻ പറഞ്ഞുതരും. ഇത് പരാസിയോവരുടെ ആണ്, ഫിലോഡൻഡ്രോണിൻ്റെ തന്നെ. ഇതൊരു ലോങ് ലീഫാവും. കണ്ടത് ലീഫിൽ ഒരു ലെമൺ യെല്ലോ കളറാണ്, പ്യുവർ ഗ്രീൻ കളറല്ല. എന്നിട്ട് അതിലൊരു ഡാർക്ക് ഗ്രീൻ ഡോട്ട്സ് വരുന്ന പോലെ ഉണ്ടാവും. ലീഫ് നല്ല ലെങ്ത്തായിട്ട് വരും. ഇതിനൊക്കെ 250 രൂപയാണ്. പിന്നെ ബ്രോമലിയാഡിൻ്റെ ഈ കുറച്ച് തൈകളുണ്ട്. ഇതിന് ഓരോന്നിനും 250 രൂപയാണ് കേട്ടോ. ഇതിന് ഈ ഒരു ഡാർക്ക് ബ്രൗൺ ഫുള്ളായിട്ട് വന്നിട്ടില്ല. പുതിയ കിളിർത്ത് വരുന്ന പുതിയ ലീഫിന് മാത്രമാണ് ഡാർക്ക് വന്നിട്ടുള്ളത്. ബാക്കി ഗ്രീനിഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഈ ഒരു പീസ് നമ്മുടെ കയ്യിൽ നിന്ന് വിറ്റുപോയി. നെക്സ്റ്റ് ഈ ഒരു വെറൈറ്റിയാണ്. തൈകളൊക്കെ സൈഡിൽ കൂടെ വരുന്നുണ്ട്. ഇതിന് 250 രൂപയാണ്. പിന്നെ വരുന്ന ഈ ഒരു പൈനാപ്പിളിനാണ്. ഇതിന് 250 രൂപ. ഇത് നമ്മുടെ സ്ക്വാമിഫെറം വെറൈറ്റിയാണ്. പ്ലാന്റ്സൊക്കെ കളക്ട് ചെയ്ത് അധികം കെയർ ചെയ്യാൻ സമയമില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ഓപ്ഷൻസാണ് ഈ ഫിലോഡൻഡ്രോൺസ്, ക്രിപ്റ്റാന്തസ്, സ്നേക്ക് പ്ലാന്റ്സ് ഒക്കെ കേട്ടോ. കാരണം ഹവാത്തിയ വെറൈറ്റീസ്, പിന്നെ ക്യാക്ടസ്, ഇതിനൊന്നും വെള്ളം വേണ്ട, അധികം പരിചരണം ഒന്നും വേണ്ട. അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളം കൂടിയാൽ ഈ പ്ലാന്റ്സ് നശിച്ചു പോകും, അതും കൂടെ ശ്രദ്ധിക്കണം. ചിലർ മെയിൻ്റനൻസ് അറിയാതെ ഈ പ്ലാന്റ്സൊക്കെ വാങ്ങിയിട്ട്, അതായത് ഹവാത്തിയ വെറൈറ്റീസൊക്കെ വാങ്ങിയിട്ട് ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കും. അപ്പോൾ പ്ലാന്റ് നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ക്രിപ്റ്റാന്തസിനാണെങ്കിലും അധികം വെള്ളം വേണ്ട. വെള്ളം കൂടിയാൽ പ്ലാന്റ്സ് നശിച്ചു. അപ്പോൾ ചകിരിച്ചോറ് മാക്സിമം ഒഴിവാക്കുക. ചകിരിച്ചോറ് എന്താണെന്ന് വെച്ചാൽ മണ്ണിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചകിരിച്ചോറ് മാക്സിമം ഒഴിവാക്കി മണലും മണ്ണും കൂടെയുള്ള പോട്ട് മിക്സ് ആയിരിക്കും
ക്രിപ്റ്റാന്തസ്, ഹവാത്തിയ അങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ നല്ലത് കേട്ടോ. ഇതിൻ്റെ ലീഫിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്, അതുകൊണ്ട് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ അടുത്ത് പ്ലാന്റ്സ് വാങ്ങിയവർ അവരെ ഇപ്പോഴത്തെ പ്ലാന്റ്സിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തരണമെന്ന്. അങ്ങനെ ഒത്തിരി പേര് നമുക്ക് ഷെയർ ചെയ്ത് അവരുടെ പ്ലാന്റ്സ് ഒക്കെ അയച്ചു തന്നായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി, കാരണം ഒത്തിരി പേരുടെ പ്ലാന്റ്സ് നന്നായിട്ടിരിക്കുന്നു. ഒത്തിരി സന്തോഷം, കസ്റ്റമേഴ്സിനും സന്തോഷം, നമുക്കും സന്തോഷം. പ്ലാന്റ്സ് കിട്ടിക്കഴിയുമ്പോൾ ഒന്ന് അൺബോക്സിങ് വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് അയച്ചു തരണേ. അയച്ച് കഴിഞ്ഞിട്ട് സാധാരണ എനിക്ക് സ്ലിപ്പ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആവാറുണ്ട്, 1-2 ദിവസം കഴിഞ്ഞിട്ട് അയച്ചതിന് സ്ലിപ്പ് കിട്ടാറുള്ളൂ. അപ്പോൾ അതിന് ശേഷം എനിക്ക് സ്ലിപ്പ് ഷെയർ ചെയ്യാൻ പറ്റാറുള്ളൂ. അതൊന്ന് ക്ഷമിക്കണം. ഞാൻ ഇന്ന ദിവസം അയക്കുമെന്ന് പറഞ്ഞാൽ അന്ന് അയക്കും. പിന്നെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഇത്രയും പ്ലാൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.